ഹലോ ഫ്രണ്ട്സ്, ഫ്രിഡ്ജിന് കൂളിംഗ് ഇല്ല. അങ്ങനെ ഫ്രിഡ്ജിങ്ങിന് കൂളിംഗ് ഇല്ല, വളരെ ചെറിയ കൂളിംഗ് മാത്രമേ ഉള്ളൂ, ഐസ് പിടിക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യാവുന്നൊരു ചെറിയ ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അതായത് കണ്ടോളൂ. ഐസ് ഫോം ചെയ്യുന്നില്ല. ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഇത് കംപ്രസർ കുറേ ഓടി, പക്ഷെ ഒരു ദിവസത്തോളം ഓടിയിട്ടും കൂളിംഗ് ഇല്ല. സാധാരണ നമ്മളുടെ ഇതിൽ കൂളിംഗ് താഴെ വരുന്നില്ല, മുകളിലുണ്ട്, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഐസ് ഫോം ചെയ്യുന്നു. ഇതാണ് കംപ്രസർ. ഇത് പിന്നെ അതിൻ്റെ റിലേയും കാര്യങ്ങളൊക്കെ ഉള്ള ബോക്സ് ഉണ്ട് ഈ കാണുന്നത്. നമുക്ക് ഇലക്ട്രിക്കലുമായിട്ട് യാതൊരു പ്രശ്നമില്ല, ഇലക്ട്രിക്കൽ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് ഇതിൻ്റെ കണ്ടൻസറിലൂടെ തിരിച്ച് വന്നതാ. ഈ കാണുന്ന ഒരു വില്ലനുണ്ട് ഇവിടെ, ഇതുണ്ട്. ഇതും പിന്നെ ഇതിൻ്റെ കാപ്പിലറി ഈ പോകുന്നത്. ഇതിനകത്ത് ഈ കംപ്രസർ ഓയിൽ വന്ന് അടഞ്ഞ് ബ്ലോക്കായി കഴിയുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ ഗ്യാസ് കിട്ടാതെ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ വളരെ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ ഫ്രിഡ്ജ് തണുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് മെക്കാനിക്കൽ അവിടെ കൊണ്ട് കൊടുക്കുകയോ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേറെ പിടിപ്പിക്കും. പക്ഷേ പുതിയത് പിടിപ്പിക്കും. പക്ഷേ പിന്നീട് ഗ്യാസും ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് വരും. അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ചെറിയൊരു ട്രിക്കാണ് ഈ കാണിക്കുന്നത്. പക്ഷെ എന്തുമാത്രം ഇതൊന്ന് നമ്മളുടെ ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ഒട്ടും കൂളിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് ചാർജിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോൾ കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ, ഇതാണ് ഫിൽട്ടർ ഡ്രയർ എന്ന് പറയുന്നത്. ഇത് ഓയിൽ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും, വർഷങ്ങളായിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഈ ഫ്രിഡ്ജിന് ഒരു 15 വർഷം പഴക്കം, 15 വർഷമായിട്ട് ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതിൽ നിന്ന് ഗ്യാസ് വന്ന്, ഹോട്ട് ഗ്യാസ് വന്ന് ഇതിലൂടെ വന്ന് പിന്നെ ഇവിടെയൊക്കെ ഓയിൽ ഇങ്ങനെ ഫില്ലായിട്ടുണ്ടാകും. കുറേ വർഷങ്ങളുണ്ട് ഓയിലിൻ്റെ ഇത് കട്ട് നിറഞ്ഞ് ഈ ക്യാപ്പിലറി കൂടി വന്ന് ഇട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അവിടെ ചെറിയൊരു ബ്ലോക്ക് വന്നാൽ അത്രയും ഗ്യാസ് പോകാണ്ട് വരും. അപ്പോൾ അതിന് ചെയ്യുന്ന ആദ്യത്തെ പരിപാടി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു ഹോട്ട് എയർ ഗണ്ണാണ്. നിങ്ങൾക്ക് ഹോട്ട് എയർ ഗൺ ഇല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്താലും മതി. ഈ ഫിൽട്ടർ ഡ്രയർ ഉണ്ടോ, ഇത് ആദ്യം ഒന്നാണ് അത് ചൂടാക്കുക. അപ്പോൾ അവിടെ തങ്ങി നിൽക്കുന്ന ഓയിലിൻ്റെ കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മെൽറ്റാവും. ഈ ഫിൽറ്റർ മാറ്റാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. കാരണം അത്യാവശ്യം ചെറിയ കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. അതിനാണ് ഇപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം. സേഫ്റ്റി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വയർ റിമൂവ് ചെയ്തിടണം. ഏതാണ്ട് ഇതിൻ്റെ ഇവിടെ കൊണ്ടാണ് എൻ്റെ ഫിൽറ്റർ വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് സിലിക്ക ജെല്ലും ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ചൂടായിട്ടുണ്ട്.
ഇതിങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇതാണ്ടോ, ഈ കാണുന്ന ഭാഗത്ത് ഒരു ട്രാപ്പ് പോലെ ഉണ്ടാവും. അവിടെയും ഈ ഓയിലിൻ്റെ ചെറിയ കണങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ബ്ലോക്കാവും. ഇപ്പോൾ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഭാഗത്തും തന്നെ ചൂടായി കൊടുക്കും. ട്രാപ്പിലും ചെറിയ ഓയിൽ കണങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം പ്ലഗ് കുത്തിയിട്ട് പിന്നെ രണ്ടാമത് ഇത് ഓടിക്കുക. അപ്പോൾ ഗ്യാസ് പമ്പ് ചെയ്ത് ഇതിലൂടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റും ചെയ്യുക. ഓക്കെ, ടിപ്സ് നേരത്തെ ചെയ്ത പോലെ ഞാനിത് ഇതുപോലെ ചെറിയ ബ്ലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ ഇനി ഇതുപോലെ ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത സാധനം അത് സക്സസ്സായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് സെറ്റാവുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്തു. ഇപ്പോൾ ഐസ് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജ് ഓഫായിട്ടുണ്ട്. നേരത്തെ ഓഫാകത്തില്ലായിരുന്നു. കാരണം വേണ്ടത്ര ടെമ്പറേച്ചർ കിട്ടിയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഓഫായിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ്. ഓക്കെ.